നിന്റെ അച്ഛനാ പറയുന്നത്. കത്തി താഴെയിടറാ. ഹലോ, ഇന്ന് നമുക്കൊരു ദോശപ്പാട്ടിയാണ് കേട്ടോ. അതിന്റെ പരിപാടികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ദോശപ്പാട്ടി എന്താന്നല്ലേ പറഞ്ഞു തരാം. നമ്മുടെ ഓഫീസിൽ ഒരു വെണ്ടത്തയിൽ കുറച്ച് വെണ്ടയ്ക്ക ഉണ്ടായിരുന്നേ. വെണ്ടക്ക അല്ലേ, അത് ആർക്കും ഇല്ലാതെ പോകണ്ടെന്നോർത്ത് അത് വെച്ചൊരു സാമ്പാർ തട്ടിക്കൂട്ടാന്ന് വിചാരിച്ചു. എന്തായാലും നമ്മുടെ ഓഫീസിലല്ലേ, അപ്പൊ പിന്നെ കുറച്ച് ദോശയും കൂടി ഒപ്പിച്ച ഈ വീക്കെൻഡ് പാർട്ടിക്കുള്ളതായി. പിന്നെ എല്ലാവരോടും കാര്യം അവതരിപ്പിച്ചപ്പോ ദോശ ഉണ്ടാക്കാനും ചട്നി ഉണ്ടാക്കാനും ഒക്കെ ആൾക്കാർ റെഡി. ഇങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ദോശപ്പാട്ടി സെറ്റ് ആയത്. അങ്ങനെ നമ്മുടെ ദോശയും ചട്നിയൊക്കെ റെഡി ആയിട്ടോ. പിന്നെ സാമ്പാർ ചിക്കൻ കറിയൊക്കെ ഓൾറെഡി പ്രിപ്പയർഡ് ആയിരുന്നു. അങ്ങനെ മേൽപ്പറഞ്ഞ ഐറ്റംസ് ഒക്കെ വെച്ച് ഒരു അടിപൊളി ഹോംലി ഡിന്നർ തന്നെ നമ്മൾ സെറ്റ് ആക്കിട്ടോ. പിന്നെ ഈ കാണുന്ന നീണ്ട ക്യൂ അത് ഓംലെറ്റിന് വേണ്ടിയുള്ളതാണ് കേട്ടോ. ഓംലെറ്റും കട്ടണില്ലാതെ നമുക്കൊരു പരിപാടിയില്ല. അങ്ങനെ വയറും നിറഞ്ഞു മനസ്സും നിറഞ്ഞു. പിന്നെ നമ്മൾ കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്ന് ഇന്നത്തെ പരിപാടികൾ അവസാനിപ്പിച്ചു. അയ്യോ, അവസാനിപ്പിച്ചിട്ടില്ല കേട്ടോ. ഇനി ഈ വീടൊക്കെ ഒന്ന് പഴയ പോലെ സെറ്റ് ആക്കിയിടണം. കാരണം ഇവിടത്തെ ഗൃഹനാഥൻ ഇച്ചിരി സ്ട്രിക്റ്റ് ആണേ. പെട്ടെന്ന് തീർത്താൽ ഉടനെ അടുത്ത പണി തരാം. തീരുമ്പ പണി തരാൻ ഞാനെന്താ കുപ്പിന്ന് വന്ന ഭൂത. ഇനി ഞാനൊരു സത്യം പറയട്ടെ, ആ സാമ്പാർ കിടന്ന വെണ്ടയ്ക്ക അത് ഞാൻ ഓഫീസിൽ നടിച്ച് മാറ്റിയതല്ല കേട്ടോ. അങ്ങനെ ആരും നട്ട് നനച്ച് വളർത്തി വെണ്ടയ്ക്ക എടുത്ത സാമ്പാറിടാനും മാത്രം ക്രൂരരല്ല ഞങ്ങൾ. അപ്പൊ അത്രയേ ഉള്ളൂ. ഇനി ഇതുപോലത്തെ ഉടായ്പ പാർട്ടിയായിട്ട് വീണ്ടും കാണാം. ബൈ.